എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ കൊരങ്ങച്ചനാവട്ടെ ഹൊക്കാകെ കുത്തിയിട്ടുള്ള ആ ഒരു കത്തി ഊരിയെടുക്കും. നിന്നെപ്പോലൊരു ധീരനായിട്ടുള്ള ഹൊക്കാകെ ഇനി ഉണ്ടാകുമെന്ന് സംശയമാണ്. ഈ ഒരു കത്തി അത് തീർച്ചയായിട്ടും അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് കൊരങ്ങനും കത്തിയും മറിഞ്ഞു പോകും. ചക്ര പവർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഒറോച്ചിമാറുവിന് ഫീസ് പോയിട്ടുള്ള ഫിലമെന്റിന്റെ അവസ്ഥയാണ്. ഒറോച്ചി, നിനക്ക് എന്ത് സംഭവിച്ചു, വാട്ട് ഹാപ്പൻഡ് എന്നൊക്കെ അവന്റെ ചുറ്റും കൂടി ഇരുന്നവരൊക്കെ ചോദിക്കുമെങ്കിലും നമ്മുടെ ആളാവട്ടെ സിമ്പിളായിട്ട് പണിപാളി നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയും. ഇത് കേൾക്കേണ്ട താമസം ചുറ്റും കവചമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരുന്ന എല്ലാവരും അവിടുന്ന് അപ്രത്യക്ഷമാവും. കവചവും വലയവും എല്ലാം പോയി കഴിയുമ്പോൾ ഹൊക്കാഗയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് എല്ലാവരും അവിടേക്ക് ഓടിയെടുക്കും. ഒറോച്ചിമാറുവിന്റെ കാവൽക്കാര് അവനെ പൊക്കിയെടുത്ത് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത്ര നേരം കാത്തിരുന്ന നമ്മുടെ അൻപു ബ്ലാക്ക് ഓപ്സ് ആവട്ടെ അവരുടെ ദേഹത്തേക്ക് ചാടി വീഴാൻ ശ്രമിക്കും. എന്നിട്ട് നെറ്റൊക്കെ എറിഞ്ഞ് അവരെ ലോക്ക് ചെയ്യാൻ നോക്കും. അവരെ കൊണ്ട് നടക്കില്ലെന്ന് കാണുമ്പോൾ മൈകൈ ആവട്ടെ നമുക്ക് പിടിച്ചാലോ എന്ന് കാക്കാശിയോട് ചോദിക്കും. ആദ്യം നീ ഇവിടെ കിടക്കുന്നവരെ പിടിക്കാൻ നോക്ക്, എന്നിട്ട് ആകാശത്തൂടെ പോകുന്നവരെ പിടിക്കാന്ന് കാക്കാശി പറയുമ്പോ അവിടെ മുഖം മൂടി വെച്ച വേറൊരു പ്രാന്തൻ കറക്റ്റാണ്, നിങ്ങൾ ഇപ്പൊ ശ്രമിച്ചാല് തീർച്ചയായിട്ടും തോറ്റു പോവേ ഉള്ളൂ എന്ന് അവരുടെ അടുത്ത് പറയും. ഞങ്ങൾ ലീഫ് വില്ലേജിലുള്ളവരെ എല്ലാം നോക്കിയിരിക്കുക മാത്രമല്ല ചെയ്യുക, ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അറിയാം കബൂട്ടോ എന്ന് പറയുമ്പോഴായിരിക്കും കബൂട്ടോയ്ക്ക് മനസ്സിലാവുക അവനെ എല്ലാവരും തിരിച്ചറിഞ്ഞെന്ന്. നീ എന്തിനാണ് എന്റെ പുറകെ തന്നെ ഇങ്ങനെ വരണേ, നിനക്കെന്താ കിട്ടിയതൊന്നും മതിയായില്ലേ, ഇനിയും പേടിച്ചോടണ്ട, തീർച്ചയായിട്ടും നിന്നെ ഞാൻ വിടില്ല എന്ന് കക്കാശി പറയുമ്പോ ആദ്യം നീ നിന്റെ ശരിയെങ്കിനായി പവർ കറക്റ്റായിട്ട് പഠിക്കേ, എന്നിട്ട് നമുക്ക് നോക്കാന്ന് പറയുമ്പോ കാക്കാശിക്ക് കലിപ്പ് കയറി. അപ്പൊ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. കട്ട് ചെയ്ത ടെമരി ഇവിടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ടെമരി എന്നൊരു വിളി കേട്ട് പെങ്കൊച്ച് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും പാവം നമ്മുടെ കങ്കൂറെ കാണാം. ഏകദേശം തീരുമാനമായിട്ടുള്ള കങ്കൂരയുടെ അടുത്തേക്ക് ടെമരി പോകുമ്പോ ഇവിടെ സാക്കുര ആവട്ടെ മണ്ണിൽ പൊതിഞ്ഞ് ഒരു മരത്തിന്റെ മേലെയാണ്. ഗാറയായിട്ട് ഫൈറ്റ് ചെയ്ത് അവളെ രക്ഷിച്ചെങ്കിലും മണ്ണ് ഫുള്ള് ലൂസായിട്ട് നമ്മുടെ പെങ്കുച്ച് മരത്തിന്റെ മേലെ നിന്ന് താഴേക്ക് വീഴും. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ ചെറുക്കൻ സാസുക അവളെ അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്ത് താഴെ ഇറക്കും. പട്ടിക്കുട്ടിനെ എടുത്ത് സാക്കുരയെ വിട്ടിട്ട് സാസുക പോകുമ്പോ ഇവിടെ കുട്ടപ്പനും ഗാറയാവട്ടെ ബോധം കെട്ട് കിടക്കാണ്. ഗാറ പതുക്കെ തല ഉയർത്തി നോക്കിയിട്ട് ഈ കുട്ടപ്പൻ എങ്ങനെ ഇതിന് മാത്രം പവർ കിട്ടി? പാവം കുട്ടപ്പനാവട്ടെ പവർ മുഴുവൻ എടുത്ത് ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ അവിടെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പതിയെ അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. കുട്ടപ്പന്റെ ചെറുപ്പത്തിലും അവനെ ആരും അംഗീകരിച്ചിരുന്നില്ല. മാത്രമല്ല അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവനെ ഭൂതെന്ന് പറഞ്ഞ് എല്ലാവരും മാറ്റി നിർത്തും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടപ്പൻ ചെറുപ്പത്തില് ഒരുപാട് കരഞ്ഞ് വിഷമിച്ചാണ് ജീവിച്ചത്. ഏറെക്കുറെ ഗാരയുടെ ലൈഫും അങ്ങനെ തന്നെയാണ്. അവനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയാലും ഇപ്പൊ പവറൊക്കെ നഷ്ടപ്പെട്ടാലും എങ്ങനെയെങ്കിലും സാക്കുറയെ രക്ഷപ്പെടുത്തണം എന്നൊരു ചിന്ത മാത്രമേ കുട്ടപ്പനുള്ളൂ. അതിനുവേണ്ടി വീണ്ടും കഷ്ടപ്പെട്ട് നിരങ്ങുമ്പോ ഇവിടെ ഗാറ ആവട്ടെ അവന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഗാറ മൂകമായിട്ട് അവന്റെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുമ്പോ ഇവിടെ കുട്ടപ്പൻ നിരങ്ങി അവന്റെ അടുത്തെത്തി കഴിഞ്ഞു. ഓ മൈ ഗോഡ്, എന്റെ അടുത്ത് വരരുത്, വന്നാൽ ഞാൻ തുപ്പും എന്ന് പറയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോ എനിക്ക് ഒരുപാട് വേദന അനുഭവപ്പെടുന്നു, അതാ ഞാൻ അടുത്തേക്ക് വന്നത്. ശരിക്കും പറഞ്ഞ ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ വേദന. എന്നിട്ടിപ്പോഴാണ് എനിക്ക് കുറച്ചു പേരെങ്കിലും എൻ്റെ സ്വന്തമായിട്ട് കിട്ടിയത്. അവർക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ സഹിക്കില്ല. ഗാറ കുട്ടപ്പൻ പറയുന്ന കേട്ട് നീ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? കുട്ടപ്പൻ പറയും, ഒറ്റപ്പെടൽ എന്ന നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് അവരാണ്, അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇനി അതല്ല നീ എന്നെയും താണ്ടി അവരെ എന്തെങ്കിലും ചെയ്താൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ തീർത്തു കളയുമെന്ന് കുട്ടപ്പൻ തീർത്തു പറയും. അത് കേട്ട് നമ്മുടെ ഗാറയ്ക്ക് ഒരുപാട് വിഷമാവും. കാരണം അവന് അവന്റെ അങ്കിള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ അങ്കിള് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ലവ് കിട്ടുന്നോണ്ടായിരിക്കും കുട്ടപ്പൻ ഇത്ര സ്ട്രോങ് എന്ന് ഗാറ കണക്ക് കൂട്ടും. അപ്പൊ കറക്റ്റായിട്ട് സാസുക അവിടേക്ക് വന്നിട്ട് നീ എനിക്ക് ഗാറയെ തല്ലിക്കൊല്ലണ്ട യാതൊരു കാര്യമില്ല, അവളെ ഞാൻ അതിവിദഗ്ധമായി രക്ഷിച്ചു എന്ന് സാസുക പറയും. അപ്പൊ അതേ സമയത്ത് ടെമരിയും കങ്കൂര അവിടേക്ക് വന്ന് ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുമ്പോ ഗാറ തന്നെ അവരെ തടയും. അടിയും കിട്ടി എന്റെ പൂതിയും തീർന്നു, അപ്പോഴാണോ പാട്ടും പാടി നിങ്ങൾ വരുന്നതെന്ന് ഗാറ അവരോട് ചോദിക്കും. നമുക്കിതോടുകൂടെ ഈ ഒരു ഫൈറ്റ് ഇവിടെ നിർത്താം, എല്ലാം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവര് പോലും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. മാത്രമല്ല ആദ്യമായിട്ടാണ് ഗാറ ഇത്രയും ടയേർഡായിട്ട് അവര് കാണുന്നത്. ഇത് കേൾക്കേണ്ട താമസം ടെമരിയും കങ്കൂറയും ഗാറയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. ഞാനിനി എപ്പോഴും കുട്ടപ്പനെ നറൂട്ടോ എന്ന് മാത്രമേ വിളിക്കൂ. മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ കങ്കൂറയും ടെമരിയും ഒരു മിനിറ്റ് ഷോക്കായിട്ട് പോകും.
കട്ട് ചെയ്ത സാസുക ആവട്ടെ കുട്ടപ്പന്റെ പവർ ആലോചിച്ച് വണ്ടറടിച്ച് അവനെ നോക്കി നിൽക്കും. ഇത്രയും നാളും ലീഫ് വില്ലേജിന് വേണ്ടി പ്രവർത്തിച്ച ഹൊക്കാഗ മരിച്ചിരിക്കുകയാണ്. എല്ലാവരും ശോകമായിട്ട് അദ്ദേഹത്തെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത വീട്ടില് നമ്മുടെ കുട്ടപ്പനാവട്ടെ ശോകമായിട്ടിരുന്ന് കരയാണ്. കാരണം ഹൊക്കാഗെ അദ്ദേഹം മരിച്ചുപോയി. കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ലീഫ് വില്ലേജ് തന്നെ ഹൊക്കാഗയുടെ ഫ്യൂണറൽ ചടങ്ങിന് വരുമ്പോ ഇവിടെ കുട്ടപ്പന് അത് സഹിക്കാനാവില്ല. അവരാരും പ്രതീക്ഷിക്കാതെ പെരുമഴ പെയ്യുമ്പോൾ മേഘം പോലും കരഞ്ഞുപോയെന്ന് ആസുമ എല്ലാവരോടുമായിട്ട് പറയും. കൊനഹമാരു പയ്യൻ ആകെ അപ്സെറ്റായിട്ട് പൊട്ടിക്കരയുമ്പോൾ ഇവിടെ നറൂട്ടോ കുട്ടപ്പനാവട്ടെ ഒന്നും മിണ്ടാനാവാതെ വീണ്ടും അത് നോക്കി നിൽക്കും. ഇറൂക്ക സെൻസായി കുട്ടപ്പനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കട്ട് ചെയ്ത ഇറൂക്ക സെൻസായിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നയൻ ടൈൽ ഫോക്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അവരുടെ കബറിടത്തിൽ എത്തുമ്പോൾ തന്നെ അവരുടെ ഓർമ്മ കാരണം നമ്മുടെ ഇറൂക്ക വിങ്ങിപ്പൊട്ടും. അപ്പോൾ അവിടേക്ക് ഹൊക്കാഗ വന്നിട്ട് നീ എന്തിനാണ് എപ്പോഴും വിഷമിച്ച് നിൽക്കുന്നത്? ഞാൻ അറിഞ്ഞത് എപ്പോഴും സന്തോഷം മാത്രമുള്ള ഒരു നിഞ്ചയാണ് ഇറൂക്ക എന്ന്. അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാനാവില്ല. ഇവിടെ മരിച്ചുപോയത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. വില്ലേജിന് വേണ്ടി അവർ മരണം അടഞ്ഞപ്പോൾ എനിക്കാരും ഇല്ലാതായെന്ന് ഇറൂക്ക പറയുമ്പോൾ ഒത്തിരി സങ്കടത്തിൽ ഹൊക്കാഗ അവനെ കെട്ടിപ്പിടിക്കും. ഒരിക്കലും നീ ഒറ്റയ്ക്കല്ല. ഈ ലീഫ് വില്ലേജ് ഒരു ഫാമിലിയാണ്. ഈ ഫാമിലിക്ക് വേണ്ടിയാണ് നിന്റെ അച്ഛനും അമ്മയും അവരുടെ ജീവൻ കൊടുത്തത്. നിന്റെ അച്ഛനും അമ്മയും ഗ്രാമത്തിനു വേണ്ടി ജീവൻ ത്യജിച്ച ധീരന്മാരാണ്. തീർച്ചയായിട്ടും നീ ഗ്രാമത്തിന് അത്രമേൽ വേണ്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഇറൂക്കയ്ക്ക് ഒരുപാട് ആശ്വാസമാവും. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ കൊനഹമാരുവിനെ പണ്ട് ഹൊക്കാഗെ ഇറുക്കയെ ചേർത്ത് പിടിച്ച പോലെ അവനെ ചേർത്ത് പിടിക്കാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത കാക്കാഷി കല്ലറയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെമ്പം മുടിച്ച സുന്ദരി പൂക്കളുമായിട്ട് അവിടേക്ക് വരും. നീയും ഒബിട്ടോയ്ക്ക് വേണ്ടിയിട്ടാണോ ഇവിടേക്ക് വന്നതെന്ന് അവൾ ചോദിക്കും. പെട്ടെന്ന് വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹൊക്കാഗയുടെ ഫ്യൂണറൽ ചടങ്ങിന് പോകണമെന്ന് അവൾ പറയും. അവർ രണ്ടുപേരും അവിടെ നിന്ന് ചില ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയുമ്പോൾ ദൂരെ നിന്ന് ജിറയ്യ ഇതൊക്കെ നോക്കി നിൽക്കും. എന്നിട്ട് ജിറയ്യ മാമനാവട്ടെ അവന്റെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഇതേ സ്ഥലത്ത് വെച്ച് നമ്മുടെ മുടിയൻ അമ്മാവനെ ഒറോച്ചിമാറു ഹൊക്കാഗെ വേറെ ഏതോ ഒരു പെണ്ണ് ഇവരെല്ലാം ചേർന്ന് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതൊക്കെ അന്നൊരു വേദനയാണെങ്കിലും ഇന്ന് ഓർക്കുമ്പോൾ ഒരു തമാശയാണെന്ന് മാമൻ ആലോചിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഹൊക്കാഗയുടെ കബറിടത്തില് ഇപ്പൊ കുഞ്ഞുമക്കളടക്കം എല്ലാവരും പൂ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൊക്കാഗെ രാജ്യത്തിന്റെ വലിയ ഭരണാധികാരി ആയിരുന്നെങ്കിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും അദ്ദേഹം വളരെ സിമ്പിളായിട്ടാണ് ജീവിച്ചത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിരാമം ആർക്കും സഹിക്കാൻ സാധിക്കുന്നില്ല. ഓരോരുത്തർ പൂ വെക്കുമ്പോഴും അദ്ദേഹമായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നറൂട്ടോയ്ക്ക് ഒരു ഡൗട്ട് വന്ന് എന്തിനാണ് മറ്റുള്ളവരുടെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ ഹൊക്കാഗെ കൊടുത്തതെന്ന് ഇറൂക്കയോട് ചോദിക്കും. ഒരാൾക്കും ഒറ്റയ്ക്ക് ഒന്നും നേടാനാവില്ല. ഒരാൾ ജനിക്കണമെങ്കിൽ അച്ഛനും അമ്മയും വേണം. അവർക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് സഹായം ആവശ്യമാണ്. അങ്ങനെ മറ്റുള്ളവരാൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒടുവിൽ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ കൊടുക്കുന്നത് കുറച്ച് കൂടുതലല്ലേ എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല. ഒരാൾ മരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടപ്പെട്ട ഒരു സംഗതി ഇവിടെ വിട്ടിട്ട് പോവുകയാണ് എന്നാണ് അർത്ഥം. അത് പിന്നീട് ഒരിക്കല് നിനക്ക് മനസ്സിലാവുമെന്ന് ഇറൂക്ക മാസ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് കുട്ടപ്പന് പറഞ്ഞു കൊടുക്കും. എനിക്കെല്ലാം മനസ്സിലായെന്ന് കുട്ടപ്പൻ പറയുമ്പോൾ മഴ നിന്നുപോയിട്ട് വെയിലുദിച്ചു വരും. ഹൊക്കാഗയുടെ ഫോട്ടോ തെളിച്ച് കാണിക്കുമ്പോൾ ഇവിടെ കുട്ടപ്പനാവട്ടെ ഇറൂക്കയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഓടാൻ തുടങ്ങും. ആ സമയത്ത് ഇറൂക്ക മാസ്റ്ററിന് ഒരുപാട് സന്തോഷമാവും. കാരണം ഹൊക്കാഗ പറഞ്ഞ പോലെ ലീഫ് വില്ലേജിലെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഫയർ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും മൂന്നാമത് ഒരു ഹൊക്കാഗ ഉണ്ടാവും. കട്ട് ചെയ്ത പർദ്ദയിട്ട വേറെ രണ്ടുപേരാവട്ടെ ലീഫ് വില്ലേജ് നോക്കി നിന്ന് ഒരു കാലത്ത് ഈ ഒരു വില്ലേജ് വലിയ കൊടികെട്ടിയ വില്ലേജ് ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെയായി പോയി. സോ സാഡ്. അതിലൊരുത്തൻ നിന്റെ വില്ലേജിലേക്ക് തിരികെ എത്തിയപ്പോഴേക്കും നിനക്ക് സന്തോഷമായും ചോദിക്കുമ്പോൾ ക്യാമറ സൂം ആക്കിയിട്ട് അവന്റെ ശരീരനായി തന്നെ കാണിച്ചു തരും. അതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബ്.